പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അവന്തികയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ജലജ വരുന്നുണ്ടല്ലോ. അങ്ങനെ നാഗേന്ദ്രനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജലജ പറഞ്ഞൊക്കെ കൊടുക്കാൻ വേണ്ടി വരുന്നുണ്ട് നമ്മൾ അവന്തികയുടെ അടുത്ത്. ആ സമയത്ത് നമ്മൾ ജലജ ഇങ്ങനെ വരുന്ന സമയത്ത് അവന്തികയാണെങ്കിൽ അച്ചാന്ന് വിളിച്ച് ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ജലജ ചോദിക്കുന്നത്, നീ ആരും ഈ അച്ചാന്ന് വിളിച്ച് സംസാരിക്കുന്നത്, നീ ആരുടെ അച്ഛൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അവന്തികയാണെങ്കിൽ കിടന്ന് ഇങ്ങനെ ഉരുണ്ടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ജലജ പറയുന്നുണ്ട്, ഓ എനിക്ക് മനസ്സിലായി, അയാളുമായിട്ടല്ലേ നീ സംസാരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അയാൾക്ക് എപ്പോൾ തൊട്ടാണ് നിങ്ങളുടെ അടുത്ത് ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങിയത്, നിങ്ങൾ എപ്പോഴാണ് ഇങ്ങനെ സംസാരിക്കാൻ, അയാൾക്ക് മക്കളുണ്ടെന്നൊക്കെ പറഞ്ഞ് അയാൾ മക്കളെ സ്നേഹിക്കാൻ തുടങ്ങിയതൊക്കെ എപ്പോഴാണെന്നൊക്കെ ചോദിച്ച് നമ്മൾ ജലജയാണെങ്കിൽ അവന്തികയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ജലജ പറയുന്നുണ്ട്, നിങ്ങളെ കുഞ്ഞുനാളിലെ അയാൾ പോയതല്ലേ, പിന്നെ നിങ്ങളെ നോക്കിയതും വളർത്തിയതെല്ലാം ഞാനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിപ്പോൾ എപ്പോഴാണ് പുതിയൊരു അച്ഛനായിട്ട് നിങ്ങൾക്ക് അയാൾ തോന്നുന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അവന്തിക പറയുന്നത്, അമ്മ എന്തിനാ ഇത്ര ഇങ്ങനെ ദേഷ്യവും കാര്യങ്ങളും കൊള്ളുന്നത്, എന്തായാലും എത്ര പറഞ്ഞാലും അത് അച്ഛൻ തന്നെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശി പറഞ്ഞ് ഇപ്പം അച്ഛൻ നാട്ടിലെത്തിയെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പേടിയായി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അച്ഛനല്ലാതെ ആവത്തില്ലല്ലോ എന്നൊക്കെ നമ്മൾ അവന്തിക പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജലജാണെങ്കിൽ ഒന്ന് ഷോക്ക് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്തോ, എവിടെ നിന്ന് അച്ഛനെ അടിച്ചിറക്കിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അവന്തിക ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് ജലജ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ, അയാളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ അയാൾക്ക് മിണ്ടയിടിക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇത്രയും നാൾ അച്ഛൻ വന്ന കാര്യങ്ങളൊന്നും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പം മുത്തശ്ശി പറഞ്ഞാണ് അമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞത്. അപ്പോൾ ഇനി എന്തായാലും എനിക്ക് അച്ഛൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് അച്ഛനെ അവിടുന്ന് ആട്ടി ഇറക്കിയെന്നുള്ള സത്യങ്ങൾ എനിക്ക് അറിയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അന്ന് മുത്തശ്ശൻ്റെ കൂടെ നിന്ന് അമ്മയും അന്നും മിണ്ടാതെ നിൽക്കുകയല്ലേ ചെയ്തത്. അപ്പം അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയണമെന്നൊക്കെ നമ്മൾ അവന്തിക പറയുന്നുണ്ട് ജലജയുടെ. അവന്തിക ആണെങ്കിൽ ജലജയെടുത്ത് പറയുന്നത്, എന്തായാലും അമ്മയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അച്ഛനിക്കാണെങ്കിൽ ദേഷ്യമുണ്ട്. അപ്പം അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അമ്മയും എന്തെങ്കിലും തെറ്റ് അത്രയ്ക്കത്തോളം അച്ഛൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനിക്കാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ എൻ്റെ അടുത്തും അവിയേട്ടൻ്റെ അടുത്തും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ നിൻ്റെ ഏട്ടനെ അയാൾ വശത്താക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ അവന്തിക പറയുന്നുണ്ട്, എത്രയായാലും അച്ഛനും മക്കളും ഉള്ള ബന്ധം എന്തായാലും ആരൊക്കെ വിചാരിച്ചാലും അത് തകർക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടിരിക്കുന്ന അച്ഛൻ ഒന്നും അല്ലാത്ത ഏട്ടനെ ഇപ്പം അതിൻ്റെ ഒരു മാനേജർ ആക്കണമെങ്കിൽ അപ്പം അച്ഛനും മക്കളുള്ളൊരു ബന്ധം അത്രയും മാത്രം ശക്തമായതുകൊണ്ടാണല്ലോ അച്ഛനാണെങ്കിൽ അഭിയേട്ടനെ അവിടുത്തെ മാനേജർ ആക്കിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ജലജ പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ നിങ്ങൾ അച്ഛനും മക്കളും എല്ലാം ഒന്നായിട്ടാണോ ഇവിടെ ഇരുന്ന് എൻ്റെ അടുത്ത് നാടകം കളിക്കുന്നതെന്നൊക്കെ നമ്മൾ അവന്തികയുടെ അടുത്ത് ജലജ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പറയുന്നുണ്ട്, ഇനിയിപ്പം അമ്മ എന്തൊക്കെ കുറ്റങ്ങൾ പറഞ്ഞു തന്നാലും ഞങ്ങൾ അച്ഛനെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛന് ഞങ്ങളുടെ ഇത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എന്തെല്ലാം അമ്മ കള്ളത്തരങ്ങൾ പറഞ്ഞാലും ഞങ്ങളെ വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അവന്തിക അവിടുന്ന് ജലജ എടുത്ത് തർക്കത്തരമൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അവന്തിക അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന നമ്മൾ ജലജയ്ക്കാണെങ്കിൽ ആകെ സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പം ജലജ ചിന്തിക്കുന്നുണ്ട്, ഇയാളിനി എന്തൊക്കെ പറഞ്ഞു കൊടുത്താണ് എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റിയത്, ഇനിയിപ്പം ഇയാൾ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ കയറി വരുമോ എന്നൊക്കെ ഉള്ളൊരു സംശയവും ഒരു പേടിയായിട്ട് നമ്മൾ ജലജ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.